മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് വേദം കേരളത്തിൽ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ 2, 3, 4 ക്ലാസ്സുകളെടുത്ത് സമയം കിട്ടുമ്പോഴെല്ലാം പ്രഭാഷണ യാത്രകൾക്ക് പോകുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പുകളെല്ലാം ഉപയോഗിച്ച് കുറേ പേരെ വേദത്തിൻ്റെ 10 സ്വരങ്ങളോടുകൂടി ഉദാത്തം, അനുദാത്തം, സ്വരിതം, ദേവം, ഹ്രസ്വം, പ്രചേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം, ഇങ്ങനെ 10 സ്വരത്തോടുകൂടി വേദം ആലപിക്കാൻ, വേദമന്ത്രം ആലപിക്കാൻ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വേദം പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ധാരാളം വ്യക്തികൾ ചോദ്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. വേദത്തിന് 3 അർത്ഥമുണ്ട്. ആ 3 അർത്ഥത്തിൻ്റെ പ്രതീകമായിട്ടാണ് വേദമന്ത്രം മാത്രം ചൊല്ലി കഴിയുമ്പോൾ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയുന്നത്. ആദ്യത്തേത് ആധ്യാത്മിക ശാന്തി. ഇപ്പൊ വേദത്തിന്റെ ആദ്യത്തെ അർത്ഥം ആധ്യാത്മിക അർത്ഥമാണ്. 2 ആദിഭൗതിക ശാന്തി. നമുക്ക് ചുറ്റും നല്ല രീതിയിലുള്ള ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവണം. ആദിഭൗതിക ശാന്തി, അതില് വേദ മന്ത്രങ്ങൾക്ക് ആദിഭൗതിക അർത്ഥമാണ്. അതിദേവതാ ശാന്തി, ഈ പ്രകൃതിയിൽ തന്നെ ശാന്തമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവണം. അതിനെയാണ് അതിദേവത അർത്ഥം എന്ന് പറയുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, അതിദൈവത, 3 തരത്തിലുള്ള അർത്ഥമാണുള്ളത്. ശരിക്ക് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉദാഹരണമായിട്ട് ഒരു റോസാപ്പൂവ്, ഒരു പൂജാരി അതെങ്ങനെയാ ഉപയോഗിക്കാം? റീത്ത് ഉണ്ടാക്കുന്ന ആൾ ആ റോസാപ്പൂ എങ്ങനെയാ ഉപയോഗിക്കാം? വിവാഹമാല ഉണ്ടാക്കുന്ന ആൾ അതെങ്ങനെയാ ഉപയോഗിക്കാം? ഒരു കെമിസ്ട്രി പ്രൊഫസർ റോസാപ്പൂവിനെ എങ്ങനെ ഉപയോഗിക്കും? ഒരു ബോട്ടണി പ്രൊഫസർ എങ്ങനെ ഉപയോഗിക്കും? അതുപോലെ തന്നെ ഒരു മഹാകവിയുടെ കയ്യിൽ ആ റോസാപ്പൂ കിട്ടിയാൽ അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കും? ഇതേപോലെയാണ് ഒരു റോസാപ്പൂവിന് വൈവിധ്യമാർന്ന രീതിയിലുള്ള പ്രായോഗിക മൂലകളുള്ളത് കൊണ്ട്, അപ്ലൈഡ് കോർണേഴ്സ്, അപ്ലൈഡ് ഫാക്ട്സ് ഉള്ളതുപോലെ ഒരു വരിക്ക് തന്നെ കുറേ അർത്ഥങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, ലക്ഷ്യാർത്ഥം. അതേപോലെ വേദമന്ത്രങ്ങൾക്ക് 3 തരത്തിലുള്ള അർത്ഥമുണ്ട്. ആധ്യാത്മികാർത്ഥം, ആദിഭൗതികാർത്ഥം, അതിദേവതാർത്ഥം. ഇപ്പോ മുഴുവൻ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവില്ല. വൈദിക സംസ്കൃതം ഞാൻ അത്ര എക്സ്പെർട്ടല്ല. വേദം വായിക്കാനും വേദം കുറേ മന്ത്രങ്ങൾ ബൈഹാർട്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽക്ക് എൻ്റെ അച്ഛൻ ഒരാളെ വരുത്തിയിട്ട് എന്നെ പഠിപ്പിക്കുകയും പിന്നീട് PhD കഴിഞ്ഞ് തിരുവനന്തപുരത്തെ CSIR സയന്റിസ്റ്റായിട്ട് അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ തിരുവനന്തപുരത്തെ തെക്കേ തെരുവിലുണ്ടായിരുന്ന ശ്രീ ഗോപാല ഘനപാടികളുടെ കീഴിൽ വേദം പഠിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ പഠിച്ച ആ വേദത്തിൻ്റെ അർത്ഥം മുഴുവനും പഠിക്കാൻ കാലം കിട്ടിയില്ല. അതിന് മാത്രമായിട്ട് സമയം ചെലവഴിക്കാനുമില്ല. അപ്പൊ അവരോടെല്ലാവരോടും പറയാനുള്ളത്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി വേദം ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ 64 അധ്യായങ്ങളാണ്. 64 അധ്യായത്തെ 8 അഷ്ടകങ്ങളാക്കിയിട്ടുണ്ട്. 8 × 8 64, 8 അധ്യായങ്ങൾ വീതം ചേർന്ന അഷ്ടകങ്ങളാക്കിയിട്ടുണ്ട്. ഓരോ അഷ്ടകവും എടുത്ത് അതിഗംഭീരമായിട്ട് ഋഗ്വേദം ഗുരുദക്ഷിണാഭാഷ്യം എന്ന് പറഞ്ഞ് പ്രൊഫസർ ശ്രീവരാഹം K. ചന്ദ്രശേഖരൻ നായർ അത് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് 8 അധ്യായത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള അർത്ഥം നൽകുന്ന, സന്ദേശം നൽകുന്ന പുസ്തകമാണ്. ശരിക്ക് ഇത് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കാൻ സാധ്യതയില്ല. ഒന്നുകൂടി ഞാൻ കാണിക്കാം, അടുത്ത് കാണിക്കാം. ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാർ എഴുതിയ പുസ്തകം ഇത്ര വലിയ പുസ്തകമാണ്. അതിനൊരു 10,000 രൂപ ചാർജ് ചെയ്യാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് 1000 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 8 അധ്യായം ഞാൻ ഇന്നലെ ഇങ്ങനെ യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 5 or 6 അഷ്ടകങ്ങൾ ഇങ്ങനെ എഴുതി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടായി. 85 വയസ്സായിട്ടുള്ള ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറ് PhD സംസ്കൃതത്തിലുള്ള ആള്
തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ പ്രൊഫസറായിരുന്നു. ഇന്നത്തെ സംസ്കൃത കോളേജ് അല്ല. ഇന്നത്തെ സംസ്കൃത കോളേജിൽ ബക്രീദും റംസാനും ക്രിസ്തുമസും മാത്രം ആഘോഷിക്കുകയും ആചരിക്കുകയും സംസ്കൃതത്തെ അവഹേളിക്കുകയും ആ ഭാഷയെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന കുറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭാഷയിലുള്ള ഒരു വാക്കുണ്ട്, ഞാൻ പറയണില്ല. അങ്ങനെയുള്ള ജീവികളുള്ള തനി യുക്തിവാദികളും ഇടതുപക്ഷക്കാരും അവരുടെ അനുയായികളായിട്ടുള്ള പിള്ളേരുമുള്ള സംസ്കൃത കോളേജാണ് ഇപ്പൊ തിരുവനന്തപുരത്തുള്ളത്. അവിടെ സരസ്വതി പൂജയോ ഗുരുപൂജയോ ഭാരതീയ പൈതൃകവുമായിട്ടുള്ള യാതൊന്നും നടക്കാത്ത ഒരു സംസ്കൃത കോളേജ്. അത് അങ്ങനെ ആയി തീരുന്നതിന് മുമ്പ് ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറ് അവിടെ പ്രൊഫസറായി വളരെയധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് ഒത്തിരി രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ മേടിച്ച ആ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാർ എഴുതിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത ഗുരുദക്ഷിണ ഭാഷ്യം എന്നാ പറയുന്നത്. വളരെ കുറച്ച് കോപ്പി അവർ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുള്ളൂ. ഇതിന് 1000 രൂപയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ലോൺ എടുത്തിട്ടാണെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും വായിക്കുകയാണെങ്കിൽ, ആ ഓരോ വരിയുടെയും അർത്ഥം കൊടുത്തിരിക്കുന്നത് ദിവ്യമാണെന്ന് മാത്രമല്ല, സയന്റിഫിക്കാണ്, ലോജിക്കലാണ്, റാഷണലാണ്. വേദം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പുസ്തകം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. OMC നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമോ പ്രൊഫസർ വള്ളത്തോൾ നാരായണമേനോൻ സാർ എഴുതിയ പുസ്തകമോ ഒന്നും ഇതിൻ്റെ അയൽവക്കത്ത് വരില്ല. അവരെഴുതിയതിനെ ഞാൻ താഴ്ത്തിക്കെട്ടി പറയുകയല്ല. ഒരു സാധാരണക്കാരനോ അസാധാരണക്കാരനോ ആയ വ്യക്തിക്ക് ഇത്രയും സംസ്കൃതത്തിൽ PhD എടുത്ത് വ്യാകരണം പഠിച്ച് ഭാഷ പഠിച്ച ഒരു വ്യക്തി 15 വർഷം കൊണ്ട് നടത്തിയ തപസ്സാണിത്. നിങ്ങളിത് വാങ്ങിക്കണം. ഇന്ന് മെയ് 1 ഇന്നോ നാളെയോ അല്ല ഇന്നലെയോ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കും. അതിൽ 1000 രൂപ മാറ്റിവെച്ചിട്ട് ഒരു വോളിയം, നിങ്ങൾ ഈ 8 വോളിയം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ അതിന് കുറവുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്നലെ ഈ പുസ്തകം കൈ കിട്ടിയപ്പോൾ തോന്നി ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഈ സന്ദേശം നൽകണമെന്ന്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കാം. വെറുതെ ഒരഷ്ടകത്തിന്റെ പുസ്തകം വാങ്ങിച്ചാലെങ്കിലും ഈ ഋഗ്വേദം എന്ന് പറയുന്നത്, വേദം എന്ന് പറയുന്നത് എന്താണെന്ന് അടിമുടി മനസ്സിലാക്കാൻ ഒരവതാരമായി ജനിച്ച ചന്ദ്രശേഖരൻ സാറിന്റെ ആ പുസ്തകം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.